ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2026 ജൂൺ മാസ ഫലമാണ്. ജൂൺ മാസത്തിൽ കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണർത്തിന്റെ 4-ാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും രോഗാതി ദുരിതങ്ങളും കടങ്ങൾ കൊണ്ട് ജോലിയില്ലാതെ കുടുംബത്തുള്ള മറ്റ് പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ വളരെ ദുരിതപ്പെട്ട് കഴിഞ്ഞു പോയ ഒരു കാലമാണ്. എന്നാൽ ജൂൺ മാസത്തിൽ അതിൽ നിന്നൊക്കെ മാറ്റം വരികയും അഭിവൃദ്ധികളും നേട്ടങ്ങളും വന്നു ചേരാൻ പോകുന്നു എന്നുള്ളതാണ് ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് കാണുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് ജൂൺ മാസം 2-ാം തീയതി വ്യാഴം കർക്കിടകം രാശിയിലേക്ക് വരുന്നു. 12-ാം ഭാവത്തിൽ നിന്നിരുന്ന വ്യാഴം കർക്കിടകം രാശിയിലേക്ക് വരുമ്പോൾ നേട്ടങ്ങളും വിജയങ്ങളും പ്രതീക്ഷിക്കുന്നത് പോലെയും അതിനപ്പുറവും വന്നു ചേരുവാൻ സാധിക്കും. അത് ഏതൊരു കാര്യത്തിലും അങ്ങനെ പല വിധത്തിലുള്ള ലാഭങ്ങൾ ഉണ്ടാകുവാൻ സാധിക്കും. കൂടാതെ ചന്ദ്രൻ്റെ സ്ഥിതി കൊണ്ടും വളരെ ഉത്തമമാണ്. ഏതാനും ദിവസമെങ്കിലും അപ്രതീക്ഷിതമായിട്ട്, അതായത് കേസരി യോഗം, ആ ഉച്ചനായിട്ട് നിൽക്കുന്ന ആ വ്യാഴത്തിനോട് യോഗം ചെയ്ത് ചന്ദ്രൻ വരുന്ന 2.25 ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങളിലൊക്കെ അപ്രതീക്ഷിതമായിട്ടുള്ള ചില ധന ആഗമന യോഗങ്ങളും പ്രതീക്ഷിച്ചതിലും അതിലും വലിയ രീതിയിലുള്ള കരാറുടമ്പടികളിൽ ഒപ്പുവെക്കുകയും മറ്റ് ജോലിയിലൊക്കെ ഇൻ്റർവ്യൂ പാസ്സായി അപ്പോയിൻമെൻ്റ് ഓർഡർ കൈപ്പറ്റുവാനും ഒക്കെ നല്ല ഉയർന്ന ശമ്പളത്തോടുകൂടി പ്രൈവറ്റ് മേഖലയിലോ തത്തുല്യ പദവിയോടുകൂടി അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലിയോ ഒക്കെ കിട്ടുവാൻ യോഗമുണ്ട്. അത് ഒരു പ്രായപരിധി ഒക്കെ ഉള്ളവർക്കാണ്. കൊച്ചുകുട്ടികളെ സംബന്ധിക്കുന്നിടത്തോളം വളരെ നല്ലതാണ്. പലതരത്തിലും രോഗാതി പീഡകൾ, ബാലാരിഷ്ടതകളൊക്കെ ഉള്ള കുട്ടികൾക്ക് അതിൽ നിന്നൊക്കെ മുക്തി നേടുവാനായിട്ട് ഈ വ്യാഴത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും ചന്ദ്രൻ്റെയും സ്ഥിതി കൊണ്ടും ഉത്തമമാണ്. കൂടാതെ രാജയോഗകാരകനായിരിക്കുന്ന ചൊവ്വ തൻ്റെ സ്വന്തം ക്ഷേത്രമായ 10-ാം ഇടത്ത് കർക്കിടകം രാശിയുടെ 10-ാം ഭാവത്തിൽ മേടം രാശിയിൽ അവിടെ സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുമ്പോൾ പൊതുവെ തൊഴിൽപരമായിട്ട് വിജയങ്ങൾ വന്നിച്ചു. അത് ഇന്ന തൊഴിൽ എന്നില്ല, ഏത് തൊഴിൽ ചെയ്യുന്നവർക്കും അഭിവൃദ്ധികരമാണ്. 10-ാം ഇടത്തെ ആ ചൊവ്വയുടെ സ്ഥിതി കൊണ്ട് ധൈര്യവും വീര്യവും ഒക്കെ വർദ്ധിക്കുകയും ഉറച്ച തീരുമാനങ്ങൾ എടുക്കുകയും തീരുമാനത്തിൽ ഉറച്ചു നിന്ന് പ്രവർത്തിച്ച് കാര്യക്ഷമതയോടുകൂടി ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത്, അല്ലെങ്കിൽ അധ്വാനം കൂടുതലാണ് എങ്കിലും പിന്തിരിഞ്ഞു പോകാതെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് ശത്രുക്കളെ പരാജയപ്പെടുത്തി മുൻപോട്ട് പോകുവാൻ ആ ചൊവ്വയുടെ സ്ഥിതി കൊണ്ട് ഈ കർക്കിടകം രാശിക്കാർക്ക് ഈ ജൂൺ മാസത്തിൽ എല്ലാവിധ യോഗവും. ആദിത്യൻ്റെ സ്ഥിതിയും അത്ര ഗുണകരമാണ്. ധനസ്ഥാനാധിപൻ ഉപജയസ്ഥാനമായ 11-ാം ഇടത്ത് നിൽക്കുമ്പോൾ ലോട്ടറി ഭാഗ്യം പോലെയുള്ള ഭാഗ്യങ്ങൾ അടിക്കാം. അതായത് ഒരു ലോട്ടറി എടുക്കുക, ഒരുപാട് ലോട്ടറി എടുക്കുക എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. ഒരു ലോട്ടറി എടുക്കുക, നിങ്ങൾക്ക് ഒരു ഭാഗ്യം 1-ാം സമ്മാനമൊക്കെ അടിക്കാം. ഏതെങ്കിലും തരത്തിലുള്ള വലിയ കടങ്ങളൊക്കെ ഉള്ളവർക്ക് അത് വീടുന്നതിനോ, അല്ലെങ്കിൽ ഒരു സഹോദരിയെ വിവാഹം കഴിച്ചയക്കുന്നതിനോ, മകളെ വിവാഹം കഴിച്ചയക്കുന്നതിനോ ഒക്കെ ഈ ഇതുകൊണ്ട് സാധിക്കാം. പ്രായമായവരെ സംബന്ധിക്കുന്നിടത്തോളം വളരെ നല്ലതാണ്. ഏതെങ്കിലും തരത്തിൽ മധ്യവയസ്കരായാലും യുവതി യുവാക്കളായാലും രോഗാദുരിതങ്ങൾ, അതായത് തല സംബന്ധമായിട്ടുള്ള വിട്ടുമാറാത്ത ചില അസുഖങ്ങൾ, ഞരമ്പ് സംബന്ധമായിട്ടുള്ളത്, മറ്റ് ഏതെങ്കിലും തരത്തിൽ ഉദര സംബന്ധമായിട്ടോ ശ്വാസ സംബന്ധമായിട്ടോ ഞരമ്പ് സംബന്ധമായിട്ടോ ഒക്കെയുള്ള രോഗാദി ദുരിതങ്ങളൊക്കെ ചികിത്സയിലൂടെയും ചികിത്സ ഇല്ലാതെയും ചെറിയ ചെറിയ രോഗങ്ങൾ ഓടിച്ചെന്ന് മരുന്ന് മേടിക്കുന്നവരല്ലല്ലോ എല്ലാവരും. അവർക്ക് ഈ രോഗാദി ദുരിതങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടുവാൻ ഒക്കെ സാധിക്കും. അത് ഏത് പ്രായക്കാർക്കും അനുകൂലമാണ്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും. ടെസ്റ്റുകളൊക്കെ എഴുതുന്ന, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവർ, അത് വിദേശത്ത് പോകുന്നതിനായാലും സ്വദേശത്ത് തന്നെ PSC പോലെയുള്ള ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർക്ക്, മറ്റ് ബാങ്ക് ടെസ്റ്റുകൾ എഴുതുന്നവർക്ക്, മറ്റ് ഗവൺമെൻറ്റോ തത്തുല്യ പദവിയോടുകൂടിയ ദേവസ്വം ബോർഡ്, ഇലക്ട്രിസിറ്റി ബോർഡ്, അങ്ങനെ നിരവധി പരീക്ഷകളൊക്കെ എഴുതുന്നവർക്ക് അനുകൂലമാണ്. അതുപോലെ തന്നെയാണ് സൈനിക അർദ്ധ സൈനിക വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവർ,
പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലായാലും സൈന്യത്തിലായാലും ജോലി ചെയ്യുന്നവരെ സംബന്ധിക്കുന്നിടത്തോളം വളരെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് പ്രവർത്തിച്ച് വിജയിച്ച് മേലധികാരികളിൽ നിന്നും അംഗീകാരം ലഭിക്കുന്നതിനും അതുപോലെ തന്നെ പ്രൊമോഷൻ ലഭിക്കുക, ശമ്പള വർധന ഉണ്ടാകുക, അതൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് പെട്ടെന്ന് അതിനുള്ള പേപ്പറുകളൊക്കെ റെഡിയായി കിട്ടുവാനൊക്കെ സാധിക്കും. അതുപോലെ തന്നെ വിദേശത്ത് യൂറോപ്യൻ കൺട്രികളിലൊക്കെ പോകുവാനായിട്ട് ശ്രമിക്കുന്ന, അതിനുവേണ്ടി പേപ്പർ കൊടുത്തിട്ട് കാത്തിരുന്നിട്ട് പേപ്പറുകളൊക്കെ കിട്ടാതെ ഒക്കെ വിഷമിച്ചിരിക്കുന്നവർക്ക് അതൊക്കെ പേപ്പറുകൾ ശരിയായി കിട്ടുന്നതിനും അവിടെ ചെന്നിരിക്കുന്നവർക്ക് ജോലി ലഭിക്കുന്നതിനും ഒക്കെ യോഗമുണ്ട്. ഞാൻ ഈ പറയുന്നതൊക്കെ ഗോചരഫലമാണ്. അത് കൂടാതെ തന്നെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ, അത് ജാതകത്തിൽ അധിക ദോഷമുള്ളതാണെങ്കിൽ അതിനെന്തെങ്കിലും വഴിപാടുകൾ ചെയ്യണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുവാനായിട്ട് അവരവരുടെ വ്യക്തിപരമായിട്ട് ഡേറ്റ് ഓഫ് ബർത്തും ടൈമും ഒക്കെ വെച്ച് ജാതകം നോക്കുന്നത് വളരെ നല്ലതാണ്. അതിനൊക്കെ നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും ഒക്കെ അവസരമുണ്ട്. അങ്ങനെയാണെങ്കിൽ വിവാഹ തടസ്സം, അതുപോലെ തന്നെ തൊഴിൽ തടസ്സം വല്ലതും ഉണ്ടോ? ഗോചരഫലം കൊണ്ട് നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. നല്ല പൂർണ്ണമായ ദൈവാധീനമുണ്ട്. അതുപോലെ തന്നെ ഭാഗ്യം എന്ന് പറയുമ്പോൾ കർക്കിടകം രാശിയുടെ ഭാഗ്യഭാവാധിപനാണ് വ്യാഴം. ആ വ്യാഴമാണ് ഉച്ചം ചെയ്ത് സർവേശ്വരകാരകനായ വ്യാഴം രാശിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ സമഫലത്തിൽ ഉയർന്ന ഒരു കൂടുതൽ ദൈവാധീനം വർദ്ധിക്കുകയും ഭാഗ്യം വർദ്ധിക്കുകയും ഒക്കെ ചെയ്ത് പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് വിജയിക്കേണ്ട ഒരു സമയമാണ്. അതിനും പിന്നെ തടസ്സം വരികയാണെങ്കിൽ വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ ജാതകം നോക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന നക്ഷത്രം പോലും ആയിരിക്കുകയില്ല. അങ്ങനെയൊക്കെ ചിലർ വന്ന് നോക്കുമ്പോൾ പറയാറുണ്ട്. കൃത്യമായ ഡേറ്റ് ഓഫ് ബർത്തും ടൈമും ഒക്കെ പറയുമ്പോൾ ഇതല്ല നക്ഷത്രം. അത് കൊച്ചു കുട്ടികൾക്കൊക്കെ അങ്ങനെ മാറിപ്പോകാറുണ്ട്. കലണ്ടറിലൊക്കെ നോക്കി ഡേറ്റ് ഓഫ് ബർത്തും ഒന്നും നോക്കാതെ കലണ്ടറിലൊക്കെ നോക്കി ആരെങ്കിലും പറയുന്നത് കേട്ട് നക്ഷത്രം ഇന്നതാണ് എന്ന് വിചാരിച്ച് നടക്കുന്നവർക്ക് ചിലപ്പോൾ തെറ്റിപ്പോകാം. അങ്ങനെയൊക്കെയാണ് ചിലർക്ക് നക്ഷത്രഫലം പറഞ്ഞാലും ഒക്കാഴിക വരുന്നത്. കറക്റ്റായിട്ട് ഈ പൂയം അല്ലെങ്കിൽ പുണർതം പൂയം ആയില്യം നക്ഷത്രമാണ് എങ്കിൽ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ നേട്ടങ്ങളൊക്കെ വന്നു ചേരും. ഏതെങ്കിലും തരത്തിലുള്ള കുറിച്ചിട്ടികളൊക്കെ അടിച്ച് സാമ്പത്തികം വർദ്ധിക്കുക, സുഹൃത്തുക്കളിൽ നിന്ന് സഹായം ലഭിക്കുക, അല്ലെങ്കിൽ ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമ്പത്ത് വന്നു ചേരുക, ഷെയർ മാർക്കറ്റിങ്ങിൽ നിന്ന് ഒക്കെ അത് ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിതമായ ലാഭമുണ്ടാകുക. അതുമല്ല എങ്കിൽ ബ്രോക്കറിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ചെറിയ വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല എങ്കിലും ബ്രോക്കറിങ് കാര്യങ്ങളിലൊക്കെ ചെയ്തു കച്ചവടങ്ങളൊക്കെ ഇടപാടുകൾ നടന്നു. അങ്ങനെയൊക്കെ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുവാൻ യോഗമുണ്ട് സാമ്പത്തികപരമായിട്ട്. അതുപോലെ ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണ്ണമാണ്. വ്യാഴത്തിൻ്റെ പൂർണ്ണമായ ദൃഷ്ടി ദാമ്പത്യഭാവത്തിലേക്ക് നിൽക്കുന്നു. ദാമ്പത്യഭാവാധിപൻ കൂടിയായിരുന്ന ആ ശനി അവിടെ ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നത്. അങ്ങനെ ഒരു ഭാഗ്യാവസ്ഥകളൊക്കെ ഉണ്ട് ദാമ്പത്യ ജീവിതത്തിൽ. എന്നിരുന്നാലും ഏജ് ഓവറായിട്ട് ഒരു തരത്തിലും വിവാഹം നടക്കാതെ ഇരിക്കുന്ന യുവാക്കൾ, മധ്യവയസ്കരൊക്കെ ആയിട്ടുള്ളവർക്ക് ഒരു വിവാഹം വന്ന് പെട്ടെന്ന് വാക്കാകുവാൻ, മനസ്സിനിണങ്ങിയ രീതിയിലൊക്കെ വാക്കാകുവാൻ ഭാഗ്യ ദേവത കടാക്ഷിക്കും. മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകും. വ്യാഴം അനുഗ്രഹിക്കും. അത് ശുക്രൻ്റെ അനുഗ്രഹവും ഉണ്ടാകും. ശുക്രൻ പൂർണ്ണ ബലവാനായിട്ടൊക്കെ രാശിയിലേക്ക് വരുന്ന ഒരു മാസമാണ്. അപ്പോൾ ദാമ്പത്യഭാവത്തിലേക്ക് ആ ശുക്രൻ പൂർണ്ണ ദൃഷ്ടി ചെയ്യുമ്പോൾ വളരെ ദൈവാധീനം കൂടെ ഉള്ളതിനാൽ മനസ്സിനിണങ്ങിയ രീതിയിൽ ഉത്തമ കുടുംബവുമായി ബന്ധപ്പെട്ട് നല്ല പാരമ്പര്യ രീതി അനുസരിച്ച് ഒരു വിവാഹം പെട്ടെന്ന് വന്ന് നടക്കുവാനും ദമ്പതികളായിട്ടുള്ളവർക്ക് ദാമ്പത്യ ജീവിതമൊക്കെ വളരെ സന്തോഷകരമായിട്ടൊക്കെ ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനുമൊക്കെ അവസരങ്ങൾ വന്നു ചേരും. അങ്ങനെ നോക്കുമ്പോൾ വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിലൊക്കെ വിനിയോഗിക്കുക. അത് പാഴായി പോകാതെ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് കരാറുടമ്പടികളിലൊക്കെ ഒപ്പുവയ്ക്കുമ്പോഴും പണം കടം കൊടുക്കുവാൻ കഴിവതും പാടില്ല. ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ പുതിയ വാഹനം വന്നു ചേരുന്നതിനും ഒക്കെ യോഗമുള്ള ഒരു സമയം. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങളുടെ വിഷയം എന്തുമാകട്ടെ അത് കമൻറ്റ് ബോക്സിൽ പേരും നക്ഷത്രവും കൂടി ചേർത്ത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞാൻ നിങ്ങളുടെ പേരും നക്ഷത്രവും ഒക്കെ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നതാണ്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുന്നതും ജപധ്യാനാദികളൊക്കെ ചെയ്യുന്നതും ദോഷങ്ങളൊക്കെ മാറി അഭിവൃദ്ധികളൊക്കെ വന്നു ചേരുവാനായിട്ട് ഉത്തമമാണ്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.